നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ച ഊണിനുള്ള സമയമാണ്. ഇന്ന് സാറ്റർഡേ, വേദയ്ക്ക് സ്കൂളില്ല. കിച്ചടിയുണ്ട്, മീൻകറിയുണ്ട്, പിന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. ഇത് വേദയുടെ പ്ലേറ്റാണ്. വേദയ്ക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടിയൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് വേദയ്ക്ക് ചോറും പച്ചടി വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻ ഇഷ്ടമല്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച് എടുത്തു കൊടുക്കുന്നത് കൊണ്ട് മീനും. എടാ മക്കളെ, ഈ ചുരിദാർ മെറ്റീരിയൽ അമ്മയെ കൊണ്ടൊന്ന് കാണിയില്ലേ, എടുത്തുന്നിട്ട് ബെഡിലിടണം, മാറ്റി വെക്കണേ. നമ്മുടെ ചുരിദാർ മെറ്റീരിയലൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജസ്റ്റ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയതേ ഉള്ളൂ. അതുകൊണ്ട് നിറയെ എൻക്വയറീസ് വരുന്നുണ്ട്. എൻക്വയറീസ് വരുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അതങ്ങ് മാറ്റി വെച്ചേരെ. ഒരുപാട് എൻക്വയറീസ് വന്നുകൊണ്ടേ ഇരിപ്പുണ്ട്. അപ്പം എന്തായാലും ഏട്ടാ ഇവിടെ പോണം, ഇങ്ങോട്ട് വാ. അതൊക്കെ ഇപ്പം നമുക്ക് ജസ്റ്റ് വീഡിയോ അപ്ലോഡ് ആയ ശേഷം വന്ന ഓർഡേഴ്സ് ആട്ടോ. എവിടെ ഏട്ടാ? എന്നെ വീഡിയോയിൽ ഈ മനുഷ്യൻ കാണിക്കുകയില്ല. എന്താ എന്നെ കാണാനാണ് എൻ്റെ ആരാധകർ ഇരിക്കുന്നത്. അവളുടെ ചിരി നോക്ക്. ചോറുള്ളാമോ? കറി ഉള്ളാമോ? ചിക്കൻ വാങ്ങിക്കാനാ? ഞാൻ ഷവായി വാങ്ങിക്കാന്ന് എഴുതിയ ഉച്ചയ്ക്ക്. പിന്നെ കാര്യം നീ എന്നും ചിക്കനല്ലേ കഴിക്കണേന്ന് എഴുതി. നാളെ സൺഡേ അല്ലേ? കണ്ണൊക്കെ സത്യം പറഞ്ഞാൽ വേദനിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് അതിനെ കൈവിടാതെ നല്ല മുറുക്കെ പിടിക്കാനുള്ള ഒരു പ്ലാനാണ്. ശരിക്കും പറഞ്ഞാൽ വെബ്സൈറ്റൊക്കെ ലോഞ്ച് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിന്നെ എനിക്കൊരു ടെൻഷൻ എന്താണെന്നറിയോ, നമ്മൾ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട് വസ്ത്രയിൽ. വിളിച്ചിട്ട് ചോദിക്കും പേയ്മെൻ്റ് ഒന്നും ചെയ്യണം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ QR കോഡൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ചിലർക്ക് QR കോഡൊന്ന് സ്കാൻ ചെയ്താൽ എനിക്ക് അങ്ങനെ അയക്കാൻ അറിഞ്ഞൂടാ, ഗൂഗിൾ പേ ആണെങ്കിൽ ചെയ്തു തരാം എന്നൊക്കെ പറയുന്ന കുറച്ച് പ്രായം ചെന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും വെബ്സൈറ്റ് വഴിയൊന്നും നമുക്ക് അവർക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കൊരു ടെൻഷനാണ്. നമ്മൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്താൽ നല്ലൊരു എമൗണ്ട് കൊടുത്ത് വേണം നമുക്ക് നല്ലൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ വേണ്ടത്. അത്രയും എമൗണ്ട് കൊടുത്ത് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ട് അത് യൂസ്ഫുൾ അല്ലാതെ ആവും. പിന്നെ കുറേ പേര് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുന്നത് അത് ഒരു സൈഡ് നോക്കിയാലും നല്ലതാണ്. നമുക്ക് ഈ പകുതി ടെൻഷൻ നമുക്ക് മാറി നിൽക്കാം കേട്ടോ. കാരണം എല്ലാം വെബ്സൈറ്റിൽ തന്നെ എത്ര പീസസ് ഉണ്ട്, സോൾഡ് ഔട്ട് ആയോ, എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ വരും. പക്ഷേ അങ്ങനെ ഇല്ലാത്തവർ ഈ വാട്സപ്പ് വഴിയൊക്കെ ഇങ്ങനെ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ. വെബ്സൈറ്റ് ലോഞ്ച് ചെയ്താൽ അതിന് നടക്കുന്നത് ഇതിൽ നടക്കുമോ? ഇപ്പോൾ വയസ്സായവരൊക്കെ ഇങ്ങനെ പേയ്മെൻ്റ് ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാത്തവരൊക്കെ പിന്നെ എങ്ങനെ വാങ്ങും? വാട്സപ്പിലും നമുക്ക് ഓഫ് കോഴ്സ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പിന്നെ ചിലർ വെബ്സൈറ്റ് മാത്രമേ ഉള്ളൂ എന്ന് കരുതുമോ? അങ്ങനെയൊക്കെ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഷോപ്പായിട്ട് തുടങ്ങാൻ എനിക്ക് ഇപ്പം തൽക്കാലം എന്തായാലും പ്ലാനില്ല. കാരണം ഓൺലൈനാണ് നമുക്ക് സുഖം. കാരണം ഇപ്പം നമ്മൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഷോപ്പൊക്കെ ആണെങ്കിൽ ഇനി എത്ര സ്റ്റാഫിനെ നിർത്തിയാലും നമ്മൾ വിശ്വസിച്ച് കൂടെ നിന്നില്ല എങ്കിൽ ആ നിർത്തുന്നതിൽ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഷോപ്പ് തൽക്കാലം എനിക്ക് തുടങ്ങാൻ പ്ലാനില്ല. തൽക്കാലം ചിലപ്പോൾ ഫ്യൂച്ചറിൽ വലിയ പുളിമൂട്ടിൽ സിൽക്സ് പോലെയൊക്കെ ആയാലോ, പോത്തീസ് പോലെയൊക്കെ ആയാലോ, അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം തൽക്കാലം എന്തായാലും. പക്ഷെ വെബ്സൈറ്റ് എനിക്ക് താല്പര്യമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ സംഭവം സൈലൻറ്റ് ഇട്ടൊക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഫുൾ മെസ്സേജുകൾ വന്ന് കിടക്കുകയാണ്. ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. എല്ലാം നമ്മുടെ മെറ്റീരിയൽ ഇന്നലെ വന്ന മെറ്റീരിയലിനെ പറ്റി ചോദിക്കുകയാണ്. അത് ഞാൻ കുറച്ച് കൂടുതൽ റീസ്റ്റോക്ക് ചെയ്തു കേട്ടോ. കാരണം റെസ്റ്റോറൻറ്റിന് വന്ന തലവേദന അവിടെ പീസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്രയും പീസ് മാത്രം എടുത്തത്. ഇതും അവിടെ ഉള്ള പീസ് അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങൾ കുറേയൊക്കെ പോയി. ഇനി വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ചൊക്കെ ഇരിപ്പുണ്ടേ. ഇത് നാളെയാണ് ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത്. അപ്പോൾ എത്രത്തോളം ഉണ്ടാവും എന്ന് അറിയത്തില്ല, എങ്കിലും ഉണ്ട് കേട്ടോ. വീണ്ടും നമുക്ക് കൊറിയർ ഓണം നമ്മൾ പൊടിക്കുകയാണ്. കൊറിയറിൻ്റെ മേള വൈരോസി പട്ട് സാരിയാണ് ഇന്നത്തെ. അത് കുറച്ച് ഞാൻ എടുത്തുള്ളൂ, അങ്ങനെ പോകുമെന്നറിയില്ലല്ലോ. ഇത് ഞാൻ കുറച്ച് പീസ് മാത്രമേ എടുത്തുള്ളൂ. കാരണം നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ലാത്ത സാരിയാണ്. അപ്പോൾ എങ്ങനെയാണ് സാരിയുടെ മൂവ്മെൻ്റ് എന്ന് അറിഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് പൊട്ടിക്കുക. അപ്പോൾ കറക്റ്റ് ലൈറ്റ് കിട്ടും. ഗൈസ്, ഒരബദ്ധം പറ്റി. അൺബോക്സ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴേക്കും വീഡിയോ കട്ടായി ഇറങ്ങില്ല. എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ വീഡിയോ റെക്കോർഡല്ല. അപ്പോൾ എന്തായാലും നമ്മൾ സാരി പൊട്ടിച്ചിട്ടുണ്ട്. ഇതാണ് വൈരോസി പട്ട് സാരി കേട്ടോ. ഇതിൻ്റെ പ്യോർ കോട്ടൺ വരും. അത്യാവശ്യം റേറ്റ് ഉണ്ട്. 2000 എബോക്കിൻ്റെ റേറ്റ് വരും. ചെട്ടിനാട് കോട്ടൺ ടൈപ്പിൽ വരും കേട്ടോ. ഇത് സിൽക്ക് വൈരോസി പട്ടിൻ്റെ സിൽക്ക് സാരിയാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് ആട്ടോ.
പൊട്ടിച്ചാൽ മടക്കാൻ കുറച്ച് പാടുപെടും. ഞാനിതൊക്കെ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും ഒന്നേന്ന് കാണിക്കുന്നു. ഇതാണ് ഈ സാരിയുടെ പല്ലു സോറി, ഈ സാരിയുടെ പല്ലു ഇതാണ് കേട്ടോ. ഭയങ്കര റിച്ച് ആയിട്ടുള്ള പല്ലു. സാരിയുടെ ബ്ലൗസ് ആൻഡ് സാരിയുടെ ബോഡിയാണ് സൂപ്പർ കേട്ടോ. ഡിസൈൻ നോക്ക്. ഈ ഡിസൈനാണ് വൈരോസി എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഈ സാരിയുടെ പേര് വൈരോസി പട്ട് സാരി എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ലൈറ്റ് വെയിറ്റ്, ഉടുത്താൽ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് നല്ല കിടിലം സാരി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് പീസസേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വന്നോളൂ കേട്ടോ. അവിടെ വൈരോസി പട്ടൊക്കെ അൺബോക്സ് ചെയ്തിട്ട് വന്നപ്പോഴേക്കും ദോശക്കല്ല് ഞാൻ ദോശ ചൂടാൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കായിരുന്നു. ഞാൻ ഇനിയിപ്പോൾ നെട്ടയത് പോകാൻ പോണു. അപ്പോൾ പോകുന്നതിന് മുന്നേ ദോശ ചുട്ടു വെച്ചിട്ട് പോകാൻ വേണ്ടി ഞാനും വേദനയിലേ പോകും, ഏട്ടൻ വരില്ലല്ലോ. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് ദോശ ചുടാന്ന് പറഞ്ഞ് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചപ്പോഴാണ് കൊറിയർ പോയി വന്നതേ. അങ്ങനെ കൊറിയർ എടുത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നപ്പോൾ കല്ലൊക്കെ കരിഞ്ഞ് പുകഞ്ഞ് ചായ അടുപ്പത്തിരുന്ന് ഒരു കോലായിട്ടിരിക്കുന്നു. പിന്നെ അതെ ഒരു പെയിൻറ്റ് ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പെയിൻറ്റ് അടിക്കാൻ പോകണം. പെയിൻറ്റ് എവിടെ നിന്നോ നമ്മുടെ വസ്ത്രയുടെ റൂമിൻ്റെ ഒരു ചവര് മാത്രം ഞാൻ കരുതി, ഒരു വോള് മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാമെന്ന് കരുതി. വീട് ഫുൾ പെയിൻ്റ് അടിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. തൽക്കാലം നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോഴേ ആ ചുമര് ഫുൾ വൃത്തികേടായിട്ട് കിടക്കണം. അപ്പം നമ്മൾ ഈ കിച്ചൺ റിനോവേറ്റ് ചെയ്ത സമയത്ത് ഒരു പെയിൻറ്ററെ വിളിച്ച് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ബാക്കി പെയിൻറ്റ് മിക്സ് ചെയ്തതിരിക്കണം. അപ്പം ഞാൻ കരുതി ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ടച്ച് ചെയ്യാമെന്ന് കരുതി, സ്വന്തമായിട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അതിനോട് പെയിൻറ്റ് ബ്രഷൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്താവും എന്നൊന്നും അറിയത്തില്ല. വലിയ കുഴപ്പമില്ല, ജസ്റ്റ് അഴുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് പെയിൻ്റ് അടിച്ച് വിടാമെന്ന് കരുതി. നോക്കട്ടെ, എല്ലാം ചെയ്യണമല്ലോ ഗൈസ്. ഇതാട്ടോ നമ്മുടെ സാരി. എന്തായാലും അഴിച്ചപ്പോൾ ഞാൻ നല്ലതായിട്ടൊന്ന് കാണിക്കാൻ കരുതി. ഇനി മടക്കാൻ നന്നായിട്ട് പാടും. കോട്ടൺ സാരി നമുക്ക് എങ്ങനെയും മടക്കാം. ഈ സാരി മടക്കാൻ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ സാരി, വൈരോസി സാരി. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് വരുന്നത്, ഡോട്ട്സ് ആട്ടോ. ആൻഡ് പല്ലു വരുന്നത് ഇതാട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ഉള്ള സൂപ്പർ സാരി കേട്ടോ. ഒരു ഡാർക്ക് മെറൂൺ കളറിലാണ് വരുന്നത്. അടിപൊളി സാരി. പക്ഷെ ഇതിന് ഞാൻ അങ്ങനെ മടക്കും. സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളി സാധനം കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് മടക്കിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ്, നീണ്ട 1 മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാൻ നമ്മുടെ സാരി മടക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സാരി വേണമെന്നുള്ളവർ വരിക കേട്ടോ, വാട്സപ്പിൽ വരിക. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാവേ. അപ്പോഴേ പെയിൻ്റ് അടി തുടങ്ങാൻ കേട്ടോ. ഇതാണ് ചുമരിൻ്റെ അവസ്ഥ. വലിയ രീതിയിലായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം കൂടി താഴെ പോകാൻ എൻ്റെ കുപ്പിവളകളെല്ലാം പൊട്ടിയാണ്. ഇത് സൂപ്പർ ഗ്ലൂ എന്തോ വെച്ച് ഒട്ടിച്ചേക്കാണെന്ന് തോന്നുന്നു. മറ്റേ ഇത് നോക്കിയിട്ട് കാണാനില്ല. ചുറ്റിയൽ ഇങ്ങനെ ഇളക്കണ ചുറ്റിയിലുണ്ടായിരുന്നത് ഇപ്പോൾ കാണാനില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് കത്തി വെച്ചാണ് ഞാൻ ഇളക്കാൻ പോകുന്നത്. എന്തും സംഭവിക്കും. ഇതൊന്നും ഇനി ഇവിടെ വേണ്ട. നമുക്കൊരു പ്ലെയിൻ ചുവര് മതി. ഭയങ്കര സെറ്റപ്പാണ്. ഞാൻ പെയിൻറ്റിങ്ങും പഠിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നതല്ലേ ഞാൻ. ഇളക്കാൻ പറ്റുന്നില്ല ഗൈസ്. പക്ഷെ മുകളിലൊക്കെ ഉണ്ടായിരുന്ന തിളവില്ല. ഇതും തിളവാത്തത്. സൂപ്പർ ഗ്ലൂ എന്തോ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കണം തോന്നുന്നു. ഇതുപോലൊക്കെ മുകളിലുണ്ടായിരുന്നേ. അതെല്ലാം എങ്ങനെയൊക്കെയോ ഇളവി. പക്ഷെ ആവശ്യത്തിൻ്റെ സാധനം ഇളവുന്നില്ല. ഇത് കയ്യിൽ ഞാനും കയറിക്കൊണ്ടാൽ മുറിയുകയും ചെയ്യും ഗൈസ്. മണ്ടിയായ ഞാൻ ഇളക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിരിക്കിയപ്പോൾ അത് ഇളവി വന്ന കേട്ടോ. വെരി ഈസി. എൻ്റെ കയ്യിൽ പുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പുട്ടിയൊക്കെ അടിച്ചിട്ട് പെയിൻ്റ് അടിക്കാവേ ഗൈസ്. പുട്ടി അടിക്കുകയാണ് ഗൈസ്. വസ്ത്രം ഇല്ലെങ്കിലും യൂട്യൂബ് ഇല്ലെങ്കിലും ഞാൻ ജീവിക്കുമെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്നെ പുട്ടി അടിക്കണത്. ഇതൊന്നും അടയാനില്ല. ഇത് ലൂസായിപ്പോയി പുട്ടി. നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ അവിടെ പൊങ്ങിയിരിക്കുമായിരിക്കും അല്ലേ. ഇതൊക്കെ കറക്റ്റ് ആയില്ലേ. ഇനി പെയിൻ്റ് അടിച്ചിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണിച്ചു തരാവേ. ഇത് നിങ്ങൾ കാണാതിരിക്കണതാണ് ഭംഗി. എൻ്റെ ചുവര് നിങ്ങൾ കണ്ടോളൂ. ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് എൻ്റെ ചുവര് എങ്ങനെ ഇരിക്കും എന്നുള്ളതും നിങ്ങൾ കണ്ടോളൂ. ഓക്കെ ഓക്കെ. ഇങ്ങനെ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ഇവിടെ പൊങ്ങി നിൽക്കുമോ? ഗൈസ്, എൻ്റെ പെയിൻ്റ് അടി കണ്ട് ചിൽഡ്രൻസ് അതിശയിച്ച് നിൽക്കുകയാണ്. ഈ ആൻറ്റി എന്തോന്ന് ചെയ്യണമെന്ന്.
എന്തായാലും ചുമര് കുളമായ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. എൻ്റെ ദേഹം എൻ്റെ കയ്യിലും ഒക്കെ നോക്ക്, ഇതൊക്കെ പെയിൻ്റ് ആയാടെ എന്തോന്നാന്ന് തോന്നുന്നു. ചുമരൊക്കെ കൊള്ളാമോ വേദ? വീഡിയോയിൽ എങ്ങനെയുണ്ട്? ഉണങ്ങിയപ്പോൾ ശരിയായെന്ന് തോന്നുന്നു. അത് ചില സ്ഥലങ്ങളിൽ കൂടിപ്പോയി, ചില സ്ഥലങ്ങളിൽ കുറഞ്ഞുപോയി. പെയിന്റ് അടിക്കുന്ന വളരെ ഈ ഒരു റോൾ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പെയിന്റ് അടിക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, അതിനൊക്കെ ഒരളവുണ്ടെന്ന് ഇപ്പം മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഗൈസ്. അടിപൊളി. 1 മണിക്കൂറത്തെ മേക്കപ്പിന് ശേഷം വേദ ഇത് നോക്ക്, എൻ്റെ ചപ്പാത്തി കുഴക്കുന്ന പാത്രമാണ് പെയിന്റ്. എങ്കിലും എൻ്റെ ആ ഒരു എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കുക. സിമെന്റ് റൈറ്റ് സിമെന്റ്. നിങ്ങൾ പൊയ്ക്കോ, കളിക്കാൻ പൊയ്ക്കോ. കൂടണ ഗൈസ് ഒത്തു. ഒരുവിധം ഞാൻ ഒപ്പിച്ചു. ഈ പാടുകളൊക്കെ ഉണ്ട്, എനിക്ക് തോന്നുന്നു ഇതൊക്കെ പുട്ടിയിട്ട് വൃത്തിയാക്കിയിട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ എങ്കിലും കുറച്ച് നീറ്റായിട്ടോ. ഇവിടെയൊക്കെ എന്തെങ്കിലും ഫോട്ടോ ഫ്രെയിമോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഞാൻ 1-2 സാധനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അത് കവറാവും. അങ്ങനെയൊക്കെ കവർ ചെയ്യുമ്പോൾ എങ്കിലും വലിയ കുഴപ്പമില്ലല്ലേ. ഇതൊക്കെ എന്തോ സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ പാടുകളാണ്. എങ്കിലും ഇവിടെയൊക്കെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വെച്ചാൽ വീഡിയോയിൽ കാണാമോ നോക്ക്. ഫ്രെയിമിൽ എങ്ങനെയുണ്ട്? അല്ല, അഴുക്കൊണ്ട് അറിയാൻ പറ്റണ ഇപ്പോഴാ? എങ്കിലും നേരത്തെ അത്ര വൃത്തിയിടില്ലല്ലോ. നോക്കട്ടെ, ഞാൻ കണ്ടിട്ട് ഫ്രെയിം. എങ്കിലും കുഴപ്പമില്ല. എങ്കിലും ഞാൻ ഒപ്പിച്ചില്ലേ. നമ്മളിനി കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കവർ ചെയ്തല്ല. എന്നാൽ ഇവിടെയൊക്കെ വാരി തേച്ചൊക്കെ വെച്ച കേട്ടോ. വേദം വന്നിട്ട് ഇത് എന്തോന്ന് കാണിച്ചു വെച്ചേക്കണെന്ന്. പിള്ളേരെല്ലാം വന്നിട്ട് ആൻറ്റി ഇത് എന്തോന്ന് ചെയ്യണേ എന്നൊക്കെ ചോദിച്ചു. ഇത് പുട്ടി അടിച്ചതാട്ടോ. ഞാൻ പുട്ടി അടിച്ചതിൻ്റെ മുകളിൽ കൂടെ പെയിന്റ് അടിച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. കൊച്ചില്ലേ കറങ്ങാൻ പോയി. കൊച്ചില്ലടി, പോവാൻ പിന്നെ നമുക്ക്. എപ്പ വരും കുഞ്ഞി? അവരിപ്പോ അങ്ങോട്ട് പോയില്ലേ ഉള്ളൂ, പിന്നെ ഇപ്പൊ വരൂ. 10 മണിയാവും. പോവാൻ പിന്നെ നമുക്ക് തിരിച്ച്. ഇവിടെ എന്തോ തിന്നാണ്ട്. എന്തോന്ന് മീന്? ഇതെന്തോന്ന്? കാരല്. നമ്മുടെ ഇവിടെ കാരല്. എന്തോന്ന് വീടിത്? അപ്പൊ എന്തോന്നാണ് കഴിക്കണത്? മാങ്ങ. ഓക്കെ ഗായ്സ്, കുഞ്ഞെ കാണാൻ വന്നപ്പോൾ കുഞ്ഞ് ശംഖുമുഖത്ത് പോയിരിക്കുന്നു. എന്ത് ചെയ്യും? കൊച്ചിനെ കാണാൻ വന്നതാണ്. നാളെ പോവുള്ളൂ. പക്ഷെ അമ്മയെ പറഞ്ഞ് പേടി. ഇവിടെ സോളാർ വെക്കാൻ പോണല്ലേ? നമ്മളവിടെ വെച്ചവർ തന്നെ. 10 മണി വരെ കുഞ്ഞിയെ നമ്മൾ നോക്കിയിരുന്ന കേട്ടോ. 10:30 മണിയായിട്ടും എത്തിയില്ല. 11:30 മണിയായി അവർ വീട്ടിൽ കയറിയപ്പോഴേ. 11:30 മണിയാകുമ്പോൾ ഞാൻ 3 ഉറക്കം ഉറങ്ങേണ്ട സമയമാവും. ഞാൻ 10 മണി വരെ ഇരുന്നിട്ട് ഞാനും വേദം കൂടെ പോയി കുറച്ച് സമയം ഫോണൊക്കെ കണ്ട് 10:30 മണിയായപ്പോൾ ഞങ്ങൾ ഉറക്കമായി കേട്ടോ. എന്തായാലും ഓടിപ്പടച്ച് കൊച്ചിനെ കാണാൻ വന്നപ്പോൾ കൊച്ചുണ്ടായിരുന്നില്ല. ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം ഉണ്ടല്ലോ, അതുകൊണ്ട് കൊച്ചിനെ കാണാമെന്നുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. അത് വലിയ സന്തോഷമൊന്നും. നമ്മൾ കൊച്ചിനെ കാണാനല്ലേ ഈ ഓടിപ്പടച്ചൊക്കെ വരുന്നത്. അപ്പോൾ കൊച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. സോ ഗൈസ്, നമ്മൾ അച്ചീരി എന്നാണ് തുടങ്ങുന്നത്. അച്ചീരി എന്നാണ് എൻ്റെയും വീഡിയോ എടുക്കുന്നത്. ഇത് അച്ചി, നമ്മുടെ കൂമേട്ടൻ. ഇത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൈത്തണാണ് ഗൈസ്. പൈത്തൺ, വീട്ടിൽ വളർത്തുന്ന യെല്ലോ കളർ പൈത്തൺ. ഇത് നമ്മുടെ പാണ്ട. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പാണ്ട. എന്റെ ചെയ്യണ്ട. സമയം 10 ഇതുവരെ അവർ വീട്ടിലെത്തിയിട്ടില്ല. സോ നമ്മൾ എന്തായാലും ഉറങ്ങാൻ പോവാണ്. നമ്മളെന്തായാലും ഉറങ്ങാൻ പോകുന്നില്ല. ടാറ്റ.